നമസ്കാരം. ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്ന് ഇതാണ്: ഞാൻ കളിക്കുന്ന ഏവിയേറ്ററിൻ്റെ ആപ്പ് വേറെയാണ്, ഈ ഇടുന്ന സിഗ്നലും അല്ലെങ്കിൽ ഈ ഇടുന്ന പ്രഡിക്ഷൻസും ഞാൻ കളിക്കുന്നതുമായിട്ട് മാച്ചിങ് ആണോ എന്നുള്ള ചോദ്യം വരാറുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആവില്ല എന്ന് തന്നെയാണ്. കാരണം ഞാനിടുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പ്രഡിക്ഷൻസ് ഒരിക്കലും മറ്റൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഏവിയേറ്ററുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മാച്ചബിൾ ആവില്ല. അത് വെച്ചിട്ട് നിങ്ങൾ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല, ടൈം ഫ്രെയിം കറക്റ്റ് ആവില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓരോ പ്ലാറ്റ്ഫോമിലും ഓരോ രീതിയിലായിരിക്കും അവിടുത്തെ സിഗ്നൽ വരിക. അതുകൊണ്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോമിലെ സിഗ്നൽ വെച്ചിട്ട് നിങ്ങൾ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ കളിക്കാമെന്ന് നോക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മണ്ടത്തരമായിരിക്കും, അതൊരിക്കലും പോസിബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ ഞാനിടുന്ന സിഗ്നൽ ഞാൻ ഇടുന്ന പ്ലാറ്റ്ഫോമിൽ മാത്രമായിരിക്കും വർക്കൗട്ട് ആവുള്ളൂ, മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഇത് വർക്കൗട്ട് ആവില്ല. രണ്ടാമത്, ഈ ടൈം ഫ്രെയിം എങ്ങനെ മാച്ച് ചെയ്യാം, ഞാനിടുന്ന സിഗ്നൽ ടൈമിംഗ് എങ്ങനെ നിങ്ങൾക്ക് മാച്ച് ചെയ്യാമെന്ന് വെച്ചാൽ അതിനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ആൻഡ്രോയിഡിൽ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ iOS ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതായത് പ്ലാറ്റ്ഫോമിൽ നിന്ന് അഥവാ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് ക്ലോക്ക് എന്നുള്ള സാധനം കിട്ടും. ഡൗൺലോഡ് ചെയ്യുക, അത് നിങ്ങളുടെ സ്ക്രീനിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് നിങ്ങൾ കളിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് കുറച്ചുകൂടി ടൈം ആക്യുറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി കൃത്യമായിട്ടുള്ള സമയത്തിലേക്ക് എത്തണം എന്ന് വെച്ചാൽ അതങ്ങനെ കൃത്യമായിട്ടുള്ള സമയം എന്നുള്ളത് ഒരിക്കലും 100% ആക്യുറേറ്റഡ് ആവില്ല, ഒരു 99% വരെ പറ്റുള്ളൂ. അതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ പ്ലേസ് ചെയ്യാൻ പോകുന്ന റൗണ്ടിന് മുമ്പായിട്ട് 10 സെക്കൻഡ് മുമ്പുള്ള റൗണ്ട് മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 10 സെക്കൻഡ്, പിന്നെ നിങ്ങളുടെ ടൈമിൽ ദെൻ അതിനുശേഷം ഒന്നും കൂടി ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു 3 ട്രൈ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പോസിബിലിറ്റി തരുന്ന സമയം എന്ന് പറയുന്നത്. ചില സമയത്ത് ഇതിൻ്റെ എൻഡ് ടൈമിലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് തരിക. അങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, തൊട്ട് മുന്നത്തെ റൗണ്ടിൽ ഏതെങ്കിലും വലിയ ഒരു ഷോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഷോട്ടിൻ്റെ ലെങ്ത്ത് അടുത്ത റൗണ്ടിനെ ബാധിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നെക്സ്റ്റ് റൗണ്ടിൻ്റെ എൻഡിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ടൈം ഫ്രെയിമിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. 10 സെക്കൻഡ് മുന്നിലോട്ടോ 10 സെക്കൻഡ് ബാക്കിലേക്ക് മാറാം. ദാറ്റ് മീൻസ് ഇപ്പോൾ 12 മണി എന്നുള്ള സമയമാണ് പറയുന്നതെങ്കിൽ ആ 12 മണിക്ക് തൊട്ട് മുമ്പുള്ള 10 സെക്കൻഡ് മുമ്പ് മുതൽ നിങ്ങൾക്ക് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാം. ദെൻ 12 മണിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ഒന്നുകൂടി ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ട്രൈ എന്ന് പറയുന്നത് ഏറ്റവും എൻഡിലേക്ക് പോവുക. കാരണം അവിടെ ടൈം ഫ്രെയിം മാറിയിട്ടുണ്ട്. അതിനു മുമ്പുള്ള നിയറസ്റ്റ് റൗണ്ടുകളിൽ വലിയൊരു ഷോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ചുകൂടി ടൈം ഫ്രെയിം മാറിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അടുത്ത മിനിറ്റിൽ 12:01 സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഈ പറയുന്ന ആക്യുറേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽ. ഇതാണ് പൊതുവായിട്ട് വരുന്ന ചോദ്യങ്ങൾ. ഇനി ചോദിക്കാറുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഗ്രാഫിനെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ഗ്രാഫിനെ മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ. നിങ്ങൾക്കത് കണ്ടു നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയാണ് ബേസിക്കലി നമ്മളൊരു ഗ്രാഫിനെ അപ്രോച്ച് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടാക്കുക. പിന്നെ ഈ ഗെയിം നമ്മൾ ഒരിക്കലും ചാടിക്കയറി കളിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ, ഞങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്കെല്ലാം നമ്മൾക്ക് പിന്നെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ കയറി നോക്കുക. അവിടെ ഞാൻ പറയുന്ന കുറേ ടൈം ഫ്രെയിമുകളുണ്ട്. ആ ടൈം ഫ്രെയിമും നമ്മളവിടെ ഷെയർ ചെയ്തിരിക്കുന്ന ഗെയിമിൻ്റെ ലിങ്കും വെച്ചിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് കയറി നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്നതുമായിട്ട് നിങ്ങൾക്ക് മാച്ചബിൾ ആകുന്നുണ്ടോ അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ആദ്യം ഒന്ന് വെരിഫൈ ചെയ്യുക. അല്ലാതെ അയ്യോ ഞാൻ വന്ന് ചെയ്തതാണ്, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എന്നിട്ട് നിങ്ങൾ പറയുന്ന സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ആദ്യം നിങ്ങളതിനെ കൃത്യമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്തിന് മാത്രം എന്ത് ചെയ്യുക, മുന്നോട്ട് തുടരുക. അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഇല്ല എങ്കിൽ പലപ്പോഴും ഞാൻ കേൾക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ പറയുന്ന ഉത്തരങ്ങൾ അത് തന്നെയാണ്, അല്ലെങ്കിൽ ആളുകൾ എന്നോട് പറയുന്ന ഉത്തരങ്ങൾ തന്നെയാണ്, ഞങ്ങൾ നോക്കുമ്പോൾ കിട്ടുന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എനിക്കങ്ങനെ കിട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇതൊരിക്കലും 100% അല്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്കും ഉണ്ടാവുക, എനിക്കുമുണ്ട്. ഇനി മൂന്നാമത് എന്നോട് പറയുന്നത്, ഞങ്ങൾ വേറെ കുറേ ഗ്രൂപ്പുകൾ കണ്ടിട്ടുണ്ട്, അവർക്കെല്ലാം വലിയ വലിയ എമൗണ്ടുകൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. ഒന്നെങ്കിൽ അവർ നിങ്ങളെ ഫാബ്രിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നത്, ഒന്നെങ്കിൽ ഒരു ഡെമോ അക്കൗണ്ട് മറ്റു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ വളരെ മാന്യമായിട്ട് അവർ പറഞ്ഞു പറ്റിക്കുന്നു. അല്ലെങ്കിൽ രണ്ടാമത് അവരിടുന്ന എമൗണ്ടിൻ്റെ വോളിയം കൂടുതലായിരിക്കും. ഇപ്പോൾ 5000 രൂപ വെച്ചിട്ട് കളിക്കുന്ന ഒരാൾക്ക്, സിംഗിൾ റൗണ്ടിൽ കളിക്കുന്ന ഒരാളും 10 രൂപ വെച്ചിട്ട് കളിക്കുന്ന ആളും നമ്മൾ വലിയ അന്തരമുണ്ട്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ അവർ ഈ പറയുന്നോട്ട് വലിയ ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും കളിക്കുക. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്
ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് പറയാൻ പറ്റുക. ഇനിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിനുള്ള മറുപടിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലോ നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. എന്തായാലും വാച്ച് ചെയ്യുക, നന്നായിട്ട് സേഫായിട്ട് പ്ലേസ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.